ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസുകളെ ഒന്ന് കൂട്ടിയാലോ 1/3 2/6 4/9 ഇവ കൂട്ടുവാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പിന്നെ ഈ തന്നിരിക്കുന്ന ഡിനോമിനേറ്ററുകളെ എൽസിയം എടുക്കുക എന്നുള്ളതാണ്. 3ൻ്റെയും 6ൻ്റെയും 9ൻ്റെയും എൽസിയം എടുക്കണം. നമുക്കൊരു ഷോർട്ട് കട്ടിലൂടെ എൽസിയം എടുക്കാൻ നോക്കാം. ഇവിടെ വലിയ നമ്പർ 9 ആണ്. 3ൻ്റെയും 6ൻ്റെയും ടേബിളിൽ 9 വരുമോ? 6ൻ്റെ ടേബിളിൽ 9 വരത്തില്ല. അതുകൊണ്ട് നമുക്ക് 9ൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്ലൈ 18 എടുക്കാം. 18 എന്ന് പറയുമ്പോൾ 3ൻ്റെ ടേബിളിലും 6ൻ്റെ ടേബിളിലും 18 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൽസിയം 18 എടുക്കാം. അതായത് ഇവിടെ തന്നിരിക്കുന്ന 1/3 18 ആക്കാനായിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2/6 6നെ 18 ആക്കാനായിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4/9 9 18 ആക്കാനായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം എൽസിയം 18 ആക്കാനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. 1 × 6 എന്ന് പറയുന്നത് 6 ആണ്. 6 3 18 ആണ്. പ്ലസ് 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 6 3 18 ആണ്. 4 × 2 എന്ന് പറയുന്നത് 8 ആണ്. 9 2 18 ആണ്. ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ സെയിമായി ഡിനോമിനേറ്റർ എഴുതാം. എന്നിട്ട് 6 + 8 കൂട്ടാം. 12 വെട്ടും 20 എന്ന് കിട്ടും. 20/18 എന്ന് കിട്ടും. ഇതൊന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ 10ൻ്റെ ടേബിളിൽ 2ൻ്റെ ടേബിളിൽ 10 പ്രാവശ്യം വരുമ്പോൾ 20 18 9 2 9 18 ആണ്. 10/9 എന്ന് കിട്ടും. ഇതിനെ ഒന്ന് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് 1/9 എന്ന് ആൻസർ കിട്ടും. ഓക്കെ.